of intelligent storage system എന്തൊക്കെയായിരുന്നു? RAID അല്ലേ? RAID, DAS, SAN, NAS, then IPSAN അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മൾ OSD പഠിച്ചു. OSDയിൽ വരുന്ന CAS പഠിച്ചു. ഇനിയിപ്പോൾ ലാസ്റ്റ് യൂണിഫൈഡ് സ്റ്റോറേജ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ യൂണിഫൈഡ് സ്റ്റോറേജ്, ആ പേരിന്ന് എന്ത് കിട്ടും നമുക്ക്? യൂണിഫൈഡ് എന്തായിരിക്കും യൂണിഫൈഡ് സ്റ്റോറേജ്? പേരിന്ന് നമുക്ക് കിട്ടും അല്ലേ? എന്താണ്? ബ്ലോക്ക് ഫയൽ, ഒബ്ജക്റ്റ്, ഈ എല്ലാ രീതിയിലുള്ളതും കൂടി കൺസോളിഡേറ്റ് ചെയ്യുന്നത് അല്ലേ? Okay, unified storage. Okay, due to varied application requirements, organizations have been deploying storage area networks, NAS, network attached storage, and object-based storage devices in their data center. Okay, so unified storage, it consolidates block, file, and object access into one storage solution. Okay, deploying these disparate storage solutions adds management complexity, cost, and environmental overheads. An ideal solution would be to have an integrated storage solution that supports block, file, and object access. Okay, അതാണ് യൂണിഫൈഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. നമുക്ക് അവിടെ മീൻസ് ഈ ബ്ലോക്ക് ആയിട്ടാണെങ്കിൽ അങ്ങനെ, ഫയലായിട്ടാണ് അങ്ങനെ, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആയിട്ടാണ് ആക്സസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. എല്ലാം നമ്മളൊരു ഒറ്റൊരു സ്റ്റോറേജ് സൊല്യൂഷനായിട്ട് എല്ലാ കാര്യങ്ങളും ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരൊറ്റൊരു സ്റ്റോറേജ് സൊല്യൂഷനായിട്ട് വെച്ചേക്കുവാണ്. അതാണ് യൂണിഫൈഡ് സ്റ്റോറേജ്. ഓക്കെ, then it supports multiple protocols for data access and can be managed using a single management interface. Okay, ഇപ്പോൾ യൂണിഫൈഡ് സ്റ്റോറേജ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ ആപ്ലിക്കേഷൻസിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ SAN ആണോ, NAS ആണോ, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ബേസ്ഡ് സ്റ്റോറേജ് ഡിവൈസ് ആണോ, ഇനി ഇതൊന്നുമല്ല DAS ആണോ എന്നുള്ളതൊക്കെ നമ്മൾ ഓരോ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം ഇതിലുള്ള ഈ കാര്യങ്ങളൊക്കെ ഒരൊറ്റൊരു സ്റ്റോറേജ് സൊല്യൂഷൻ, ഒരൊറ്റൊരു സ്റ്റോറേജിലേക്ക് കൊണ്ടുവരുന്നതാണ് യൂണിഫൈഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇനി ആ യൂണിഫൈഡ് സ്റ്റോറേജ് പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, സോ ഇവിടെ കാണുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? വലുതാക്കണോ? റെസ്പോണ്ട് ചെയ്തേ. വലുതാക്കണോ? ഹലോ, വലുതാക്കണം. ഓക്കെ, ഇനിയും വലുതാക്കണോ? നോക്കിയിട്ട് പറയൂ. ഇത് മതിയോ? മതി മിസ്സേ. ഓക്കെ, അപ്പം നമ്മുടെ യൂണിഫൈഡ് സ്റ്റോറേജ് പ്ലാറ്റ്ഫോം ആണ് ഈ ഡയഗ്രാം കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് കമ്പണൻസ് ഓഫ് യൂണിഫൈഡ് സ്റ്റോറേജ് എന്ന് പറയുകയാണെങ്കിൽ 4 എണ്ണമാണ് ഉള്ളത്. കീ കമ്പണൻസ്, സ്റ്റോറേജ് കൺട്രോളർ, NAS ഹെഡ്, OSD നോഡ് ആൻഡ് സ്റ്റോറേജ്. ഈ 4 കമ്പണൻസ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കുക, ആപ്ലിക്കേഷൻ സെർവേഴ്സ്, NAS ക്ലയൻസ്, വെബ് ആപ്ലിക്കേഷൻ സെർവേഴ്സ്. ഓക്കെ, അപ്പം ഈ 3 കാര്യങ്ങളും മീൻസ് അവരെന്ത് ഇന്റർകണക്ട് ഡിവൈസ് വെച്ചിട്ടാണോ ഇന്റർകണക്ഷൻ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ നേരെ വരുന്നത് ഇങ്ങോട്ടേക്കാണ്. ഓക്കെ, അപ്പം ഇവിടെ NAS ക്ലയൻസ് NAS ഹെഡുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ വെബ് ആപ്ലിക്കേഷൻ സെർവേഴ്സ് OSD നോഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, മീൻസ് ഇത് നമ്മുടെ ഒബ്ജക്റ്റ് ബേസ്ഡ് സ്റ്റോറേജ് ഡിവൈസിന്റെ കാര്യങ്ങളാണ്. ഓക്കെ, സോ ആപ്ലിക്കേഷൻ സെർവേഴ്സ് അങ്ങനെ ബ്ലോക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ ബ്ലോക്ക് ലെവൽ റിക്വസ്റ്റ് ഒക്കെ ഈ ഒരു രീതിയിലാണ് പോകുന്നത്. ഫയൽ ലെവൽ റിക്വസ്റ്റ് NASന്റെ ഈ ഒരു രീതിക്ക് പോകും. OSD ആണെങ്കിൽ ഈ ഒരു രീതിക്ക്. ഓക്കെ ആണോ? ഹലോ,
റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, സോ ഇത് മൂന്നും പോസിബിൾ ആണ്. ഫയൽ ലെവൽ ആണെങ്കിലും ബ്ലോക്ക് ലെവൽ ആണെങ്കിലും ഒബ്ജക്റ്റ് ബേസ്ഡ് ആണെങ്കിലും നമുക്ക് യൂണിഫൈഡ് സ്റ്റോറേജിൽ മൂന്നും പോസിബിൾ ആണ്. ഓക്കെ, സോ സ്റ്റോറേജ് കൺട്രോളർ ഇനി 1 by 1 ആയിട്ട് ഓരോന്നിനും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, സോ സ്റ്റോറേജ് കൺട്രോളർ it provides block level access to application servers through ISCSI, FC or FCOE protocols. Okay, front-end protocols for direct block access. Okay, ISCSI, FC, FCOE front-end protocols ആണ് direct accessന് വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുണ്ട് ഡയറക്റ്റ് ആക്സസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ISCSI, FC, FCOE. ഓക്കെ, ഡയറക്റ്റ് ആക്സസിന് വേണ്ടിയിട്ട്, ബ്ലോക്ക് ലെവൽ ആക്സസിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഓക്കെ, so storage controller is also responsible for managing the backend storage pool in the storage system. Okay, storage controller എവിടെയാണ് ഉള്ളത്? നമ്മുടെ ഇവിടെയാണ്. ഫ്രണ്ട് എൻഡിലുള്ള ഈ ഓരോ ഇതിലും വരുന്ന പ്രോട്ടോകോൾസ് ഉണ്ട്. അതല്ലാതെ നമുക്കിടെ ഈ എന്താണ് ഈ ഒരു സ്റ്റോറേജ് ബാക്കെൻഡും കൂടി കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സ്റ്റോറേജ് കൺട്രോളർ തന്നെയാണ്. ഓക്കെ, ഓക്കെ, ദെൻ NAS head. NAS head എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, NAS ഈസ് ഡെഡിക്കേറ്റഡ് ടു ഫയൽ ഷെയറിംഗ് അല്ലേ. NAS head ഈസ് എ ഡെഡിക്കേറ്റഡ് ഫയൽ സെർവർ ദാറ്റ് പ്രൊവൈഡ്സ് ഫയൽ ആക്സസ് ടു NAS clients. Okay, then NAS head is connected to the storage via the storage controller, typically using a FC or FCOE connection. ഡയഗ്രത്തിൽ തന്നെ കാണുന്നതാണ്. NAS clients CIS NFS പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടാണ് NAS ഹെഡിലൂടെയാണ് നമ്മുടെ ഈ സ്റ്റോറേജ് കൺട്രോളർ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. മീൻസ് ഫയൽ ഷെയറിംഗ്, ഡാറ്റ എടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, and the system typically has 2 or more NAS heads for redundancy. Okay, then next, OSD node. OSD node accesses the storage through the storage controller using a FC or FCOE connection. എല്ലാവരും ഈ മൂന്ന് കാര്യങ്ങളാണെങ്കിലും ക്ലയൻസ് എങ്ങനെയാണ് ഈ സ്റ്റോറേജ് കൺട്രോളറിലൂടെ മാത്രമേ ഡാറ്റ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇവിടെ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് OSDന്റെ കാര്യമാണ്. OSD node it access the storage through the storage controller using a FC or FCOE connection. Okay, then LUNs. Okay, അപ്പോൾ നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് LUN എന്നുള്ളത് എന്താണ്? ലോജിക്കൽ യൂണിറ്റ് നമ്പർ അല്ലേ. നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് ലോജിക്കൽ യൂണിറ്റ് നമ്പർ എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ സ്റ്റോറേജ് കൺട്രോളർ, ഈ ഒരു സ്റ്റോറേജ് കൺട്രോളർ, ഈ കൺട്രോളറാണ് ഈ LUNs കോൺഫിഗർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് പ്രസൻസ് ദീസ് LUNs ടു ആപ്ലിക്കേഷൻ സെർവേഴ്സ്, NAS heads ആൻഡ് OSD nodes. ഓക്കെ, LUN കോൺഫിഗർ ചെയ്യുന്നത് നമ്മുടെ സ്റ്റോറേജ് കൺട്രോളർ ആണ്. എന്നിട്ട് ആ LUNs ആണ് ഈ സെർവർ, NAS client ആൻഡ് വെബ് ആപ്ലിക്കേഷൻ സെർവേഴ്സിനൊക്കെ കിട്ടുന്നത്. ഓക്കെ, ഹലോ, അവിടെ ഇല്ലേ എല്ലാവരും? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഓക്കെ, ഓക്കെ, അപ്പം ഈ ഒരു LUN എന്ന് പറയുന്നത് സ്റ്റോറേജ് കൺട്രോൾ കോൺഫിഗർ ചെയ്യുന്നു. എന്നിട്ട് അത് ആപ്ലിക്കേഷൻ സെർവേഴ്സ്, NAS head, OSD node ഇവർക്ക് എന്ത് ചെയ്യുന്നു? ഇവർക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഇവർക്ക് ആ കൊടുക്കുന്ന LUNs എന്ന് പറയുന്നത് ഇവരുടെ മുന്നിൽ എങ്ങനെയാണ്? ഒരു ലോക്കൽ ഫിസിക്കൽ ഡിസ്ക് ആയിട്ടായിരിക്കും ഇവർക്ക് കാണാം. ഓക്കെ, പണ്ട് പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്.
The LUNs assigned to the OSD node appear as physical disk. Okay, OSD നോഡിന് കാണുന്ന പോലെ തന്നെയാണ് അതൊരു NAS ഹെഡിനും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സെർവറിനും ഒക്കെ ഫീൽ ചെയ്യുക. Okay, then these disks are configured by the OSD nodes, enabling them to store the data from the web application servers. Okay. സെയിം കാര്യം തന്നെയാണ് NASഉം ചെയ്യുക. ഓക്കെ, സോ യൂണിഫൈഡ് സ്റ്റോറേജ് ഇത്ര തന്നെ ഉള്ളൂ. ഓക്കെ, ഡാറ്റ ആക്സസ് ഫ്രം യൂണിഫൈഡ് സ്റ്റോറേജ് നമുക്ക് എങ്ങനെ പറയാം, എങ്ങനെയൊക്കെ ആക്സസ് ചെയ്യാം നമുക്ക്? ബ്ലോക്ക്, ഫയൽ, ഒബ്ജക്റ്റ് റിക്വസ്റ്റ് അല്ലേ, ഇങ്ങനെ ഈ രീതിയിൽ ബ്ലോക്ക് IO റിക്വസ്റ്റ്, ഫയൽ IO റിക്വസ്റ്റ്, ഒബ്ജക്റ്റ് IO റിക്വസ്റ്റ്, ഈ രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ബ്ലോക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ സെർവർ സെൻസ് എ ബ്ലോക്ക് റിക്വസ്റ്റ് over this FC, ISCSI or FCOE connection. Okay, then the storage processes the IO and responds to the application server. ഓക്കെ, ഇവിടുന്ന് നമുക്കൊരു റിക്വസ്റ്റ്, ബ്ലോക്ക് IO റിക്വസ്റ്റ് ഈ ഒരു ഇതിലൂടെ നമ്മൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ദെൻ ഈ സ്റ്റോറേജ് കൺട്രോളർ ആണ്, സ്റ്റോറേജ് പ്രോസസ്സർ ആണ് എന്ത് ചെയ്യുക, ആ ഒരു IO റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്തിട്ട് വേണ്ട റെസ്പോൺസ് കൊടുക്കുന്നത്. സെയിം ഹിയർ, ഫയൽ IO റിക്വസ്റ്റ് ആണെങ്കിൽ NAS ക്ലയന്റ് ആയിരിക്കും ആ ഒരു IO റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടാവുക യൂസിങ് ദസ് NFS or CIFS പ്രോട്ടോകോൾ. ഓക്കെ, ദെൻ NAS ഹെഡ് എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു ഫയൽ റിക്വസ്റ്റ് റിസീവ് ചെയ്യുന്ന ആ ഒരു റിക്വസ്റ്റ് ഇറ്റ് ഹാസ് ടു കൺവേർട്ട് ഇറ്റ് ഇൻടു എ ബ്ലോക്ക് റിക്വസ്റ്റ് അല്ലേ. NAS ഹെഡ് ബ്ലോക്ക് റിക്വസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്, ഫയൽ റിക്വസ്റ്റ് ആണ് ഇവിടുന്ന് നമുക്ക് റിസീവ് ചെയ്യുന്നത് NAS ഹെഡ്, ആൻഡ് NAS ഹെഡ് കൺവേർട്സ് ദിസ് റിക്വസ്റ്റ് ഇൻടു എ ബ്ലോക്ക് ലെവൽ block IO request, then forward it to the storage controller. Then last in the storage controller receiving this block IO, process that IO request and response. Hello. Okay, അപ്പം ഇനി ഒബ്ജക്റ്റ് IO റിക്വസ്റ്റ് ആണ് വരുന്നതെങ്കിലോ, ഒബ്ജക്റ്റ് IO റിക്വസ്റ്റ് നമുക്ക് വെബ് ആപ്ലിക്കേഷൻ സെർവേഴ്സ് എന്നാണ് കിട്ടുക. വെബ് ആപ്ലിക്കേഷൻ സെർവേഴ്സ് സെൻഡ് ആൻ ഒബ്ജക്റ്റ് റിക്വസ്റ്റ് ടിപ്പിക്കലി യൂസിങ് REST ഓർ SOAP ടു ദി OSD നോഡ്. ഓക്കെ, അപ്പോൾ ഈ REST ഓർ SOAP എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം എഴുതി വെച്ചോ. REST മീൻസ് റെപ്രസെൻറ്റേഷണൽ സ്റ്റേറ്റ് ട്രാൻസ്ഫർ. ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ, അങ്ങനെ എവിടെ എഴുതാം, OSD നോഡിൻ്റെ അവിടെ എഴുതാം. REST representational state transfer and so symbol object access protocol. ഓക്കെ, ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അപ്പം ഈ ഒരു വെബ് സെർവേഴ്സ് നമ്മളൊരു OSD റിക്വസ്റ്റ് കൊടുക്കുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്, ഈ രണ്ട് പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ടാണ്. REST, SOAP. REST എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെപ്രസെൻറ്റേഷണൽ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ആൻഡ് SOAP സിമ്പിൾ ഒബ്ജക്റ്റ് ആക്സസ് പ്രോട്ടോകോൾ. ഓക്കെ, സോ ആ ഒബ്ജക്റ്റ് റിക്വസ്റ്റ് OSD നോഡ് റിസീവ് ചെയ്യും അല്ലേ. OSD നോഡ് റിസീവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ആ ഒരു ഒബ്ജക്റ്റ് റിക്വസ്റ്റ് എന്ത് ചെയ്യും, ബ്ലോക്ക് റിക്വസ്റ്റ് ആയിട്ട്, ബ്ലോക്ക് IO ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ. ദെൻ ഇറ്റ് ഫോർവേഡ് ദാറ്റ് റിക്വസ്റ്റ് ടു അവർ സ്റ്റോറേജ് കൺട്രോളർ ഓർ സ്റ്റോറേജ് പ്രോസസ്സർ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ആൻഡ് ഇറ്റ് റെസ്പോൺസ് ബാക്ക് ടു ദി OSD. ഓക്കെ, അപ്പം യൂണിഫൈഡ് സ്റ്റോറേജും ചോദിച്ചിട്ടുണ്ട് കേട്ടോ പ്രീവിയസ് ഇയറിൽ. ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, യൂണിഫൈഡ് സ്റ്റോറേജും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, CASഉം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, ഹലോ, റെസ്പോണ്ട് ചെയ്തേ.
അപ്പൊ ഇതുവരെ ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാരും റെസ്പോണ്ട് ചെയ്തേ. ഇതുവരെ ഓക്കെ ആണോ? ഹലോ, ഫോർത്ത് മൊഡ്യൂൾ ഇതുവരെ ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഒരു 3 പേര് മാത്രമേ ഉള്ളൂ, ഒരു 3-4 പേര് മാത്രമേ ഉള്ളൂ ഈ ക്ലാസ്സിൽ. ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? ഹലോ, ഓക്കെ. അപ്പൊ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫോർത്ത് മൊഡ്യൂളിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. Explain FCOE. What is CAS? What are the salient features of CAS? Explain with a neat diagram how data object can be stored to and retrieved from CAS system. Explain any 3 NAS implementation methods. Okay. കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടോ? ഹലോ, ആരൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ അവിടെ ഉണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അപ്പം CAS ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ NIS ഇംപ്ലിമെന്റേഷൻ മെത്തേഡും പിന്നെ FCOE ആണ് ചോദിച്ചിട്ടുള്ളത്. FCOE എന്തായിരുന്നു? ഫുൾ ഫോം എന്തായിരുന്നു? സോറി, FCOE നമ്മുടെ 3rd മൊഡ്യൂൾ അല്ലല്ലോ, സോറി കേട്ടോ. CAS അതുപോലെ തന്നെ NAS ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, 4th മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നാസിന്റെ ഏത് വേണേലും ചോദിക്കാം കേട്ടോ. അതുപോലെ തന്നെ CAS. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ. യൂണിഫൈഡ് സ്റ്റോറേജ്. ഓക്കെ, വാട്ട് ആർ ദ ഡിഫറെന്റ് ഫയൽ ഷെയറിംഗ് പ്രോട്ടോകോൾസ് യൂസ്ഡ് ഇൻ NIS? ഏതൊക്കെയായിരുന്നു ഫയൽ ഷെയറിംഗ് പ്രോട്ടോകോൾസ്? ഏതൊക്കെയായിരുന്നു ഫയൽ ഷെയറിംഗ് പ്രോട്ടോകോൾസ്? ഏതൊക്കെയായിരുന്നു നാസിലെ? NFS, CIFS. Good. Okay. Then, what do you mean by path maximum transmission unit discovery? എന്തായിരുന്നു അത്? And what is link aggregation? ചില ടേംസ് പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടേംസ് ഞാൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു, PPT-യിലുണ്ട് അല്ലേ? ഓർമ്മയുണ്ടോ അത്? ഹലോ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഒരു ടേംസ് വെച്ച് ചോദിച്ചിട്ടുള്ളത് ഈ സംഭവങ്ങൾ. പാത്ത് മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ് ഡിസ്കവറി, മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ്, TCP വിൻഡോസ് ആസ് ലിങ്ക് അഗ്രിഗേഷൻ. ഓക്കെ, അത് ഇതിൽ മാത്രമേ ചോദിച്ച് കണ്ടിട്ടുള്ളൂ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമേ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. ബട്ട് അറിഞ്ഞിരിക്കുക. കേൾക്കുന്നുണ്ടല്ലോ? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ദെൻ ലാസ്റ്റ് ചോദിച്ചിട്ടുള്ളത് വാട്ട് ആർ ദ കീ കമ്പോണൻസ് ഓഫ് യൂണിഫൈഡ് സ്റ്റോറേജ് സിസ്റ്റം. ഓക്കെ, അപ്പം യൂണിഫൈഡ് സ്റ്റോറേജ് സിസ്റ്റം അതുപോലെ തന്നെ CAS ഇതിലേതെങ്കിലും ഒന്ന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പം OSD ആയിരിക്കാം ചോദിക്കുന്നുണ്ടാവുക. OSDയിൽ എങ്ങനെയാണ് ഒബ്ജക്റ്റ് മീൻസ് നമ്മുടെ റിട്രീവൽ ആൻഡ് സ്റ്റോറേജ് എങ്ങനെയാണെന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പം ഇത് 3ഉം എന്തായാലും പഠിച്ചു വെച്ചിരിക്കുക. ആ ഡയഗ്രാം വെച്ച് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാനുള്ളത് പഠിച്ച് വെക്കുക. കേൾക്കുന്നുണ്ടല്ലോ? ഹലോ,
NIS ഫുൾ ഇമ്പോർട്ടൻ്റ് ആണ്. NISൽ എന്ത് വേണേലും ചോദിക്കാം, ഒന്നും വിട്ട് കളയാനില്ല. ഓക്കെ, ഇനി IT ഡിപ്പാർട്ട്മെന്റിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെയിം സബ്ജക്റ്റ് സെയിം സിലബസ് ആണ്. ഓക്കെ, ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ചോദിക്കുക. CAS ആർക്കിടെക്ചർ ആണ് ചോദിച്ചിട്ടുള്ളത്. CAS ആർക്കിടെക്ചർ വിത്ത് എ നീഡ് ഡയഗ്രാം, ദെൻ 5 factors that affect the performance of NIS. സുഖമായിട്ട് ഈ 5 മാർക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദ പെർഫോമൻസ് ഓഫ് NIS പെർഫോമൻസിന്റെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് 5 എണ്ണേ വേണ്ടു, അത് സുഖമായി മേടിക്കാവുന്നതേ ഉള്ളൂ. ദെൻ എക്സ്പ്ലെയിൻ NAS IO ഓപ്പറേഷൻ വിത്ത് എ നീറ്റ് ഡയഗ്രാം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ക്ലാസ്സിൽ. ഓക്കെ, ദെൻ IT ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. How general purpose servers are differ from NAS devices. നമ്മൾ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? ജനറൽ പർപ്പസ് സെർവേഴ്സ് വേഴ്സസ് NAS ഡിവൈസസ് നമ്മളത് ഡിസ്കസ് ചെയ്ത ടോപ്പിക് തന്നെയാണ്. എന്തായിരുന്നു? NAS ഡിവൈസസിന് ജനറൽ പർപ്പസ് സെർവേഴ്സിനെക്കാട്ടും ബെറ്റർ ആയിട്ട് ഫയൽ ഷെയറിംഗ് ഒക്കെ പറ്റും, ബിക്കോസ് ഒപ്റ്റിമൈസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. മീൻസ് NAS ഡിവൈസിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ഒപ്റ്റിമൈസ്ഡ് ഫോർ ഫയൽ ഷെയറിംഗ് അല്ലേ? അങ്ങനെ 1-2 പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ വാട്ട് ആർ ദ ഡിഫറെന്റ് കമ്പോണൻസ് ഓഫ് NAS? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് NAS? ഡിസ്ക്രൈബ് NAS ഇംപ്ലിമെന്റേഷൻ ഇൻ ഡീറ്റെയിൽ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ NAS മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, CAS ചോദിച്ചിട്ടില്ല, OSDയിലേക്ക് പോയിട്ടേ ഇല്ല. ഓക്കെ, അപ്പം എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, ഒന്നും വിട്ട് കളയാൻ പറ്റില്ല കേട്ടോ ഈ മൊഡ്യൂളിൽ, കാരണം എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ചിലപ്പോൾ ഇനി ചോദിക്കാത്തത് ചോദിച്ചെന്നിരിക്കാം. അപ്പോൾ ഈ ഒരു മൊഡ്യൂള് ഫുള്ള് പഠിക്കണം. ഓക്കെ, കൂടുതലും OSDയുടെ ഒബ്ജക്റ്റ് റിട്രീവൽ സ്റ്റോറേജ്, CASലെ ഡാറ്റ റിട്രീവൽ സ്റ്റോറേജ്, യൂണിഫൈഡ് സ്റ്റോറേജ്, ഇത് ചോദിക്കാവുന്ന കാര്യമാണ്. ഓക്കെ, ഹലോ, അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ 4th മൊഡ്യൂളിൽ? ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയാത്ത പോലെ ഉണ്ടോ? NAS ബെനിഫിറ്റ്സ് ആണ് ഈ കാണുന്നത്. കമ്പോണൻസ്, NAS കമ്പോണൻസ്, ഇംപ്ലിമെന്റേഷൻസ്, ഇന്റഗ്രേറ്റഡും ഗേറ്റ്വേ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി 3 എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, തേർഡ് ഇംപ്ലിമെന്റേഷൻ ഒരെണ്ണം ഉണ്ട്, പക്ഷെ നിങ്ങളുടെ പുതിയ വേർഷനിൽ ആ ഒരു തേർഡ് ഇംപ്ലിമെന്റേഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഗേറ്റ്വേ, ഇന്റഗ്രേറ്റഡ്, ദെൻ സ്കെയിൽ ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇംപ്ലിമെന്റേഷൻ കൂടി ഉണ്ട്, പക്ഷെ അതത്രയ്ക്ക് പുതിയ വേർഷനിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. 166 ക്വസ്റ്റ്യൻ അങ്ങനെ വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, സ്കെയിൽ ഔട്ട് NIS എന്ന് പറയുന്ന സമയത്ത് അത് നമ്മൾ സ്കെയിൽ ഔട്ടിനെ കുറിച്ചിട്ട് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് കുറച്ച് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ട സ്ഥിതിക്ക് നമുക്ക് സ്കെയിൽ ഔട്ട് ഇംപ്ലിമെന്റേഷൻ കൂടി പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം നമുക്ക്.
ബിഗ് ഡാറ്റ ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മീൻസ് ബിഗ് ഡാറ്റക്കൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് ഈ സ്കെയിൽ ഔട്ട് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം, നല്ലതാണ്. എന്തായാലും ക്വസ്റ്റ്യനിൽ എനി ത്രീ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് ചോദിച്ചുകൊണ്ട് അതും കൂടി ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇംപ്ലിമെൻറ്റേഷനിൽ ഗേറ്റ് വേ, ഇൻ്റഗ്രേറ്റഡ് ആൻഡ് സ്കെയിൽ ഔട്ട് കൂടിയുണ്ട്. ഓക്കെ, സ്കെയിൽ ഔട്ട് നമ്മൾ നാളെ ഒരു ജസ്റ്റ് 5 മിനിറ്റ് ഒക്കെ വേണ്ടി വരുള്ളൂമായിരിക്കും. ഓക്കെ, നമുക്ക് സ്കെയിൽ ഔട്ട് നമുക്ക് നാളെ പറയാം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി 4th മൊഡ്യൂൾ കഴിഞ്ഞു തന്നെയാണ് കേട്ടോ. നോട്ട്സ് ഒക്കെ ലിങ്കേഴ്സിൽ ഇട്ടിട്ടുണ്ട്, അവൈലബിൾ ആണ്. ഓക്കെ, കൾച്ചർ പ്രോട്ടോകോൾസ് എന്നൊക്കെ CAFS ഓപ്പറേഷൻസ്. ഓക്കെ, അത് ഈ സ്റ്റെപ്സ് എന്തായാലും എഴുതുക, അതുപോലെ തന്നെ ഈ ഡയഗ്രാം എന്തായാലും വരയ്ക്കുക. ആൻഡ് ഫാക്ടേഴ്സ് അറിഞ്ഞിരിക്കുക, സിമ്പിളാണ് കേട്ടോ. ഫാക്ടേഴ്സ് വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഈ ടേംസ് അറിഞ്ഞിരിക്കുക. ഹൈ ലെവൽ വിർച്വലൈസേഷൻ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. ഓക്കെ, ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്താണെങ്കിലും അറിഞ്ഞിരിക്കുക. അതുപോലെ ഒബ്ജക്റ്റ് ബേസ്ഡ് സ്റ്റോറേജിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്ജക്റ്റ് ബേസ്ഡ് സ്റ്റോറേജിൽ എങ്ങനെ ഡാറ്റ റിട്രീവ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, ഒബ്ജക്റ്റ് റിട്രീവ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, അതിൻ്റെ ബെനിഫിറ്റ്സ്, CASൽ എങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു, റിട്രീവ് ചെയ്യുന്നു. ഓക്കെ, ദെൻ യൂണിഫൈഡ് സ്റ്റോറേജ് ഇതെന്തായാലും പഠിച്ചിരിക്കാം. ഓക്കെ, ഓക്കെ ആണോ? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അറ്റൻഡൻസ് പറയൂ. അഭിലാഷ്, അഭിനവ്, അൻസബ്, അനുശ്രീ, അർജുൻ, അശ്വിൻ, അതുൽ ദിനേശ്, അതുൽ സത്യപാൽ, അതുൽ സത്യപാൽ, അതുൽ സത്യപാൽ ഇല്ലേ? ആബ്സെന്റ് ആണോ? പജ, ജാസിം, ജാസിം, ജാസിം ആബ്സെന്റ്. മിഥിലാജ്, ഋതുല, ജാസിൽ, 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 ജാസിൽ ആബ്സെന്റ്. റമീസ്, ശരത്, സർഗ, ഓക്കെ. ഷപ്ന, ഓക്കെ. സൗരഭ്, സൗരഭ്, ശ്രീരാജ്, സുബിൻ, അശ്വതി, ഹരി, ഹരിത, അമൽ. ഓക്കെ, അതുൽ സത്യപാൽ, ജാസിം, ജാസിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അതോ 3 പേര് ആബ്സെന്റ് ആണോ? ഒന്ന് പറയൂ. ഇവിടെ ആരും ഇല്ലേ? ജാസിൽ ഉണ്ടല്ലോ, ജാസിൽ എന്താ റെസ്പോണ്ട് ചെയ്യാത്ത? അറ്റൻഡൻസ് വേണ്ടേ ജാസിൽ? ഓക്കെ, ആബ്സെന്റ് ഈസ് അതുൽ സത്യപാൽ, ജാസിം, ജാസിൽ. ഓക്കെ, താങ്ക് യു.